CA കാണുന്നില്ലല്ലോ. ഇന്ന് വരുമെന്നല്ലേ മെസ്സേജ് തന്നിരുന്നത്? സർ, അതാ CA എത്തിക്കഴിഞ്ഞു. പക്ഷേ യൂണിഫോമിലല്ലോ. അത് ചിലപ്പോ നമ്മളെ പറ്റിക്കാൻ വേഷം മാറി വന്നതായിരിക്കും. അപ്പോ കൂടെയുള്ളവരോ? കൂടെയുള്ളവർ അങ്ങയുടെ ഫാമിലി ആയിരിക്കും. അറ്റൻഷൻ, സല്യൂട്ട്. സല്യൂട്ട്. നമ്മൾ വരുന്ന പോലും ഇവരെങ്ങനെ അറിഞ്ഞിരിക്കും? സ്വാഗതം, സുസ്വാഗതം. എന്നെ എപ്പോഴാണ് CA ആയിട്ട് അപ്പോയിന്റ് ചെയ്ത്? കോരപ്പഴ പിടിച്ചുള്ള സമ്മാനമായിരിക്കും. CA സർ, യാത്രയൊക്കെ സുഖമായിരുന്നു? പിന്നെ കാട്ടിലൂടെയുള്ള യാത്രയിലായിരുന്നു. ആന ഓടിച്ചതും കരടി കടിച്ചു നോക്കിയ ബാക്കിയൊക്കെ പരമസുഖമായിരുന്നു. കരടി കടിച്ചു? കരടി വില മാത്രം കടിച്ച് പറയില്ല. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച മുതൽ കാത്തിരിക്കായിരുന്നു സാർ. ഇന്ന് വരും, നാളെ വരും എന്നും പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയോ? ഞങ്ങൾ ഇന്നലെയല്ലേ കാട്ടിൽ നിന്ന്? കാട്ടിന്നോ? സാർ എനിക്ക് ഇല്ലേ ഹാരം? ഹാരം സർ, നോർത്ത് സ്റ്റേഷനിൽ പോകണുണ്ടായിരുന്നു. CA അലക്സാണ്ടർ മാത്യു ഉടനെ എത്തിച്ചേരുമെന്ന്. CA അലക്സാണ്ടർ മാത്യു? അപ്പൊ നിങ്ങൾ CA അല്ലേ? CA തന്നെ. അല്ല, CA ആകും. ഇപ്പൊ ഇവിടുത്തെ CA കാണാമെന്ന കള്ളത്തരം പറഞ്ഞ ആളുകളെ പറ്റിക്കുന്നുള്ളൂ. സാർ, ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ട് CA ഒന്ന് കാണണം. ആ CA ഏതെന്ന് കാണാനാ ഞങ്ങൾ ഒരാഴ്ചയായി കാത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ CA ഇല്ലേ? രാവിലെ ഓരോരുത്തർ കുതിരവട്ടത്തിന് ചാടി വീണോളൂ. മാറി നിൽക്കണോ? സർ, വേറൊരു വയർലെസ് മെസ്സേജ് ഉണ്ട്. എന്താണ്? CA ചന്തമുക്ക് കഴിഞ്ഞെന്ന്. എന്റെ അമ്മോ, അപ്പൊ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തും. ആൾ പോലീസ് അറ്റൻഷൻ. അപ്പൊ ഞങ്ങൾ ആ സൈഡിലേക്ക് അങ്ങനെ മാറി നിൽക്കണോ? മാറി നിൽക്കാൻ. ഞാനും നോക്കട്ടെ. എന്ത് പറ്റി സാർ? ഒന്നും പറ്റിയല്ല. ഞാൻ ചാർജ് എടുക്കാൻ പോകുന്ന സ്റ്റേഷൻ ഒരു പ്രത്യേക ആംഗിളിൽ വീക്ഷിക്കായിരുന്നു. ജോസഫേ, ഈ CA തന്നെ. വിളിച്ചോ മുദ്രാവാക്യം. CA അലക്സാണ്ടർ കീ. CA അലക്സാണ്ടർ കീ. CA അലക്സാണ്ടർ കീ. ഇതെന്താടോ, ഞാൻ ചാർജ് എടുക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ പോലീസുകാർ എനിക്കെതിരെ പ്രതിഷേധ പ്രകടനമോ? സാർ, ഇത് അനുമോദിക്കുക. ഓ, ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇതെന്താ കയ്യില്? ആരം. അത് മനസ്സിലായി. ഇത് തന്റെ കയ്യിലിടാനുള്ള അല്ല. സോറി. താനൊരു പിശുക്കനാണല്ലോ. എന്താ സാർ? കുറച്ചുകൂടി വലിയ ഹാരം കിട്ടിയില്ലേ? സാർ, നാളെ മുതൽ വലിയ ഹാരം വായിക്കോ. എനിക്ക് ബുദ്ധിമുട്ടില്ല. ശരി സാർ. ഇതെന്താടോ, തന്റെ പോലീസുകാർ 2 പ്രാവശ്യം വിളിച്ചപ്പോ അങ്ങ് ക്ഷീണിച്ചു പോയോ? ചാർലി, മുദ്രാവാക്യം വിളിടേ. CA അലക്സാണ്ടർ കീ. കള്ളന്മാരുടെ പേടി സ്വപ്നമായ CA അലക്സാണ്ടർ കീ. കൊള്ളക്കാരുടെ പേടി സ്വപ്നമായ CA അലക്സാണ്ടർ കീ. മതി മതി മതി, കൂടുതൽ സൂചിപ്പിക്കണ്ട. ഇതെന്താ, നിങ്ങൾക്ക് യൂണിഫോം ഇല്ലേ? ഞങ്ങള് പോലീസല്ല, കള്ളന്മാരാണോ? കള്ളനുമില്ല. സാറിനെ കാണാൻ വേണ്ടി വന്നതാ. കണ്ടില്ലേ? കണ്ടോളൂ, ശരിക്കും കണ്ടോളൂ. കണ്ടല്ലോ? ഇനി പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ. അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? അല്ല, ഞങ്ങള് സാറിനൊരു കോളുമായിട്ട് വന്നതാ. കോളോ? സാറിനൊരു പ്രമോഷനുള്ള കോളോ? പ്രമോഷനോ? വന്നേ. എന്താ സാർ? തന്നെ അല്ലടോ. ഒരു പ്രമോഷന്റെ കാര്യം പറഞ്ഞല്ലോ. ഞാനല്ല പറഞ്ഞ അവൻ. അല്ല, സാറിന് CAയിൽ നിന്ന് SIയിലേക്ക് ഒരു പ്രമോഷൻ. CI കുപ്പായിട്ട് ആദ്യത്തെ ദിവസം തന്നെ നീ എന്നെ SI ആയിട്ട് ഡീപ്രമോട്ട് ചെയ്യൂ അല്ലേടാ? അല്ല സാർ, ഇവൻ അറിയാൻ പാടില്ലാത്തോണ്ട് പറഞ്ഞാ. സാർ, CA ചാർജ് എടുത്ത ഉടനെ അടുത്ത സിറ്റി പോലീസ് കമ്മീഷണറുള്ള ഒരു കോള് ഞങ്ങളുടെ കയ്യിലുണ്ട്. കൈ നോക്കട്ടെ, കൈ നോക്കട്ടെ. ആ കയ്യിലല്ല. പിന്നെ തന്റെ കയ്യിലാണോ? കാണട്ടെ കാണട്ടെ കാണട്ടെ. ഞെട്ടിപ്പിക്കുന്ന വാർത്ത എന്നാ പറഞ്ഞേ? എന്നാ പിന്നെ ഒന്ന് പറയണോ? ഞാനൊന്നും ഞെട്ടട്ടെ. ഒരുപാട് നാളാ ഞാനൊന്നും ഞെട്ടിട്ട്. പറയാം. പക്ഷെ അതിനു മുമ്പ് സാർ ഞങ്ങൾക്ക് ഉറപ്പ് തരണം. എനിക്ക് ഇവിടെ ഉറപ്പില്ല. ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം പറയണോ, എനിക്ക് BP കൂടും. ഉരുക്കിനെ വെല്ലുന്ന ശരീരപ്രകൃതമുള്ള നിരപരാധികളുടെ ജീവൻ അപകരിക്കുന്ന ഈ അടുത്ത കാലത്ത് 51 പേരെ കാട്ടിൽ തടങ്കലിലാക്കിയ വനത്തിലെ കാട്ടുകൊള്ളക്കാരൻ. കവിതയില്ലാതെ കാര്യം പറയണോ? കാട്ടുകളിലെ കോരപ്പന് ഞങ്ങൾ പിടിച്ചു. കോരപ്പനെയോ? നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ? സാറിന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് കാണും, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള തെളിവുകളുണ്ട്. തെളിവോ? എടുത്ത് കാണിക്കടാ. ഇത് ശരിക്കുള്ള കോരപ്പൻ തന്നെയാണോ? കൊല്ലം നാടകക്കാരെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുവന്നാണോ? CI SI ആവുന്ന കേസാണേ. അത് സാർ, ഒറിജിനൽ തന്നെയാണ്. സാറ് മുഖത്തേക്ക് നോക്ക്. ഈ മുഖത്തല്ല, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇയാളിപ്പോ എവിടെ ഉണ്ട്? പറയാം, പക്ഷെ ചില കാര്യങ്ങൾ സാറോട് ഞങ്ങൾക്ക് തുറന്ന് പറയാനുണ്ട്. കോരപ്പന്റെ നിരപരാധിയെ ഫാമിലിയെ വെറുതെ വിടാതെ ഞങ്ങൾക്ക് ഉറപ്പുതരണം. തരൂ? അത് മാത്രമല്ല, റിവാർഡ് പ്രഖ്യാപിച്ച 40 ലക്ഷം രൂപയും ഞങ്ങൾക്ക് തരണം. തരാം തരാം, എല്ലാം തരാം. കോരപ്പന് എനിക്ക് തരുമോ? രക്ഷപ്പെട്ടു. ഈ കോരപ്പൻ ഇപ്പൊ എവിടെ ഉണ്ട്? ഞങ്ങൾ അയാളെ ഭദ്രമായിട്ട് എടുത്ത് പൂട്ടിയിട്ടിരിക്കുക. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം.
ഫോൺ അടിക്കാതോ, ഫോൺ അടിക്കാതോ. ഞങ്ങൾ പോയി കോരപ്പനെ വിളിക്കട്ടെ? എടാ, അകത്തുള്ളത് ഒറിജിനൽ കോരപ്പൻ തന്നെയാണല്ലോ. അതെ സാറേ ഞങ്ങളുടെ 40 ലക്ഷം രൂപ. എടാ, 40 ലക്ഷം രൂപ പൊക്കിയെടുക്കാനുള്ള ത്രാണിയില്ലല്ലോടാ ഞാൻ നിനക്ക്. അവസാനം പിന്നെ കാല് മാറരുത്. എന്തിനാണോ എപ്പോഴും ഇങ്ങനെ 40 ലക്ഷം രൂപ 40 ലക്ഷം രൂപ എന്ന് പറഞ്ഞ് എന്നെ അല്ല ശല്യപ്പെടുത്തുന്നത്? സാർ, ആ പണം വാങ്ങിത്തരാം. ഈ വീട്ടിൽ കോരപ്പൻ ഉണ്ടെന്നുള്ളത് ഉറപ്പാണല്ലോ. വിളിക്കട്ടെ? വേണ്ട, ഞാൻ വിളിക്കാം. ബറ്റാലിയൻ 42 fall in, ready to shoot. ഏയ്, എന്നെ അല്ലടോ മേലോട്ട് ചൂണ്ടോ, അങ്ങോട്ട് അങ്ങോട്ട്. മിസ്റ്റർ കോരപ്പൻ, ഇനി നിങ്ങൾക്ക് രക്ഷയില്ല. നിങ്ങൾ കീഴടങ്ങുന്നതാണ് നല്ലത്. സാറേ കോരപ്പൻ ചേട്ടാ അല്ലെങ്കിൽ കീഴ അടങ്ങി നിൽക്കല്ലേ. എനിക്കത് മനസ്സിലായി, പക്ഷെ മിണ്ടിപ്പോവരുത്. കോരപ്പൻ, ഈ വീടിന് ചുറ്റും പോലീസാണ്. രക്ഷപ്പെടാനോ ആത്മഹത്യ ചെയ്യാനോ ശ്രമിച്ചാൽ പിന്നെ ഞങ്ങളുടെ തോക്കുകളായിരിക്കും സംസാരിക്കുന്നത്. സാർ ഞങ്ങൾ പറയുന്നത് കേക്ക്. എനിക്ക് ആര് പറയുന്നു ഇപ്പൊ കേൾക്കണ്ട. കോരപ്പൻ, എന്റെ ക്ഷമ നശിച്ചു. നീ ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? അല്ലെങ്കിൽ ഞാൻ തന്നെ അങ്ങോട്ട് വരാം. ഫോഴ്സ് അവിടെ നിന്നാ മതി. ഇത് ഞാൻ സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്തോളാം. കോരപ്പാ! ഇനി നിങ്ങൾ എന്ന് കോരപ്പനെ താഴേക്ക് കൊണ്ടുപോവാ. അയാൾ ഇതുവഴി രക്ഷപ്പെടാൻ ഞാൻ നോക്കിക്കോളാം. എന്നാ പിന്നെ സാറ് ജമ്പ് ചെയ്ത് അന്തം വിട്ടിങ്ങോട്ട് പോകുന്നതോ? അത് പുറത്തേക്കുന്ന പോലീസുകാരെ കാണിക്കാൻ വേണ്ടി ഷോ ഷോ. ഞാൻ ഇന്ന് CA ആയിട്ട് ചാർജ് എടുത്തല്ലേ ഉള്ളൂ. ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. ഞാൻ IGM മിനിസ്റ്ററെ ഒക്കെ വിളിച്ച് പറഞ്ഞു പോയി. ക്ഷയമാക്കരുത്. അങ്ങനെ വഴിക്ക് അപ്പൊ ചേട്ടൻ 40 ലക്ഷം രൂപ തരാടേ. അത് മതി, അത് മതി. ചെല്. പിന്നെ പുള്ളിക്കാരന്റെ അടുത്ത് എന്നെ പറ്റി ഒന്ന് പൊക്കി അടിച്ചേക്കണേ. അടിച്ചോളാം. അയ്യോ, ഓ, ഇയാൾ ഒറ്റയ്ക്ക് കണം കയറി വരുമോ ഇനി ഇങ്ങോട്ട്? ഇതിനെ കൊല്ലാൻ വേണ്ടി പോലീസുകാരെ കൂട്ടി കൊണ്ടുവന്നതാ. അല്ലേട്ടാ, ഞങ്ങള് സിയുടെ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. പിന്നെ തോക്കൊക്കെ ചൂണ്ടി വെടിവെച്ചൊല്ലാൻ നിൽക്കുമ്പോലെ അത് പിന്നെ ചേട്ടൻ സെക്യൂരിറ്റിക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്നല്ലേ. ലേറ്റ് ആക്കണ്ട, പുറത്ത് പോലീസുകാർ ബോറടിക്കും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടോ. ഇങ്ങനെ കരഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ പോട്ടെ മോളെ. ഒരു വഴിക്ക് പോകുമ്പോ കരഞ്ഞുകൊണ്ട് യാത്രയാക്കരുത്. ചിരിക്കൂ, സന്തോഷിക്കൂ. എന്റെ ഭാര്യയും മക്കളും ഞങ്ങളൊക്കെ ഉണ്ട് ചേട്ടാ. ആ ഒരു ഉറപ്പിലാണ് ഞാൻ കീഴടങ്ങുന്നത് തന്നെ. നിങ്ങൾ വേണം എന്റെ കുട്ടികൾക്ക്. അണ്ണന്റെ കൂടെ ജയിലിൽ വരണമെന്ന് എനിക്കും ആഗ്രഹമില്ലായിട്ടല്ല. എന്റെ ഇപ്പോഴത്തെ സ്ഥിതി അണ്ണൻ അറിയാമല്ലോ. എന്റെ കല്യാണത്തിന്റെ ക്ഷണക്കത്തുമായി തീർച്ചയായും ഞാൻ ജയിലിൽ വരും. സന്തോഷത്തോടെ പോയിട്ട് വന്നാട്ടെ. എന്താ പേര്? കോരപ്പൻ. ഒറിജിനലാണോ? മേലി ഞാൻ നോവിക്കില്ല, പക്ഷെ എന്നെ നോവിക്കരുത്. ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഓ, ഫോളോ മീ. കാലേറ്റി പോയതാ. സൂക്ഷിക്ക്, ഇനി തെറ്റരുത്. കമോൺ. സക്സസ്! കോരപ്പൻ കീഴടങ്ങി. അല്ല, ഞാൻ കീഴടക്കി. ബറ്റാലിയൻ 42 അറസ്റ്റ് ഹിം. യെസ് സർ. ഇന്ന് പിടിക്കരുത്. ഞാൻ കയറിക്കോളാം. നീ കൈ വേണം. വിടാനാണ് പറഞ്ഞത്. ഞാൻ കയറി. ബൈ. വണ്ടി വിട്. എന്റെ അമ്മ അളിയൻ ചത്തോ? ഉറപ്പായിട്ടും ചത്തു. ഇല്ലെങ്കിൽ തലയ്ക്ക് വിളക്ക് വയ്ക്കോ? എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. എങ്കിൽ ചുമ്മാ വന്ന് കയറി സെന്റിമെന്റ്സ് കാണിക്കടാ. കാണിക്കല്ലേ? അളിയാ, അളിയാ, അളിയാ. എന്താണ് നിനക്ക് വേണ്ടത്? അപ്പോൾ അളിയൻ ചത്തില്ലേ? നിന്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള മുഴുവൻ പണവും എണ്ണി മേടിച്ചിട്ടേ ഞാൻ ചാവുന്ന പ്രശ്നമുള്ളൂ. അപ്പൊ പിന്നെ ഈ വിളക്ക് കത്തിച്ചിരിക്കുന്നോ? അത് സന്ധ്യക്ക് കത്തിച്ചല്ലേ? ഏട്ടനൊരു തലാറക്കം. ഞാൻ കുറച്ച് അമൃതാഞ്ചം പൊട്ടി കൊടുക്കായിരുന്നു. എങ്കിൽ എന്റെ അളിയൻ ചാവാൻ റെഡി ആയിക്കോ. ദാ നോക്ക്. ഓഹോ, നീ എന്നെ പിടിക്കാൻ പടയുമായിട്ടാണല്ലേ വരവ്? പട മാത്രമല്ല അളിയ, പോലീസും പട്ടാളവും ഇപ്പൊ ഞങ്ങളോടൊപ്പം ഉണ്ട്. ഞങ്ങൾ കോരപ്പനെ പിടിച്ചു. ദേ ആ നിൽക്കുന്നതാണ് കോരപ്പന്റെ കുടുംബം. ഇയാളാണ് കോരപ്പന്റെ അനിയൻ തുപ്പാക്കി. 2008 ആനകളുടെ കൊമ്പ് പറിച്ചവനാ തുപ്പാക്കി. 1.5 ലക്ഷം പട്ടാളക്കാരെ ചുട്ടുകൊന്നവൻ ഈ തുപ്പാക്കി. 3 ലക്ഷം പോലീസുകാരെ ചമ്മന്തി അരച്ചവനാ തുപ്പാക്കി. ദിവസം ഒരാളുടെയെങ്കിലും ചോര ജ്യൂസ് കഴിച്ചില്ലെങ്കിൽ തുപ്പാക്കിക്ക് ഉറക്കം വരില്ല. ഇവനെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇനി മുതൽ ഇവർ ഇവിടെയാ താമസിക്കുന്നത്. ഇവിടെയോ? ആ
എനിക്ക് ഇന്ന് രാത്രി ഇവരെ മതി. ഇതാ, പിടി, തുപ്പാക്കി, കത്തിപ്പിടി. വെട്ടരുത്, വെട്ടരുത്. തുപ്പാക്കി, എന്നെ ഒന്നും ചെയ്യരുത്. വെട്ടരുത്, ചോര വേണം, തുപ്പാക്കി. അളിയാ, നോക്കി നിൽക്കാതെ രക്ഷിക്ക്. തുപ്പാക്കി ഇപ്പൊ അകത്ത് പോ. അളിയന്റെ ചോര രാത്രി സമാധാനമായിട്ട് കുടിക്കാം. അതെ, ഉറങ്ങി എഴുതിട്ട് മതിയല്ലേ? പറയണ കേക്ക്. ഞാനിപ്പൊ പോകുന്നു. അധികം വൈകാതെ അകത്ത് വന്നാൽ കിടക്കട്ടല്ലോ. വലതുകാലം വെച്ച് കേറ്. ആ, കേറി പോട്ടെ. ആ, ചേട്ടത്തി, ഓരോ കാലം അകത്തോട്ട് കെട്ടി വിട്. എണ്ണം തെറ്റരുത്. കേറി പോട്ടെ. പോട്ടെ ചേട്ടത്തി. അപ്പൊ താമസിക്കണ്ട, അളിയൻ വേഗം അകത്തോട്ട് വയ്ക്കുള്ളൂ, ഞങ്ങൾ പോകുന്നു. അതിനു മുമ്പ് ഞങ്ങൾ പോണ്. ഇനി ഒരു നിമിഷം ഈ വീട്ടിൽ നിൽക്കുന്ന പ്രശ്നമില്ല. വാടി. ജീവനേക്കാൾ വലുതാണോ നിന്റെ ഉണങ്ങി 2 സാരി? മക്കളെ, അപ്പൊ അളിയന് ബാക്കി പണം വേണ്ട? അതൊക്കെ നിനക്ക് ഉള്ളപ്പോ തന്നാ മതി അളിയാ. അവര് പോയി അല്ലേ? വലിയ ഉപകാരമുണ്ട്, ഒരു വലിയ ശല്യത്തിനെ ഒഴിവാക്കി തന്നത്. അതൊക്കെ പോട്ടെ. എപ്പോഴാ നമ്മൾ അച്ചായത്തെ കാണാൻ പോന്നേ? അച്ചായത്തി. ഓ, അച്ചായത്തി. അച്ചായത്തി. അതൊക്കെ നാളെ പോയി കാണാം.